നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി അമേരിക്കയിലെ കാട്ടുതീയാണ് വാർത്തകളിലെല്ലാം. ലോസ് ഏഞ്ചൽസിൽ സർവനാശം വിതച്ച് ശമനമില്ലാതെ പോവുകയാണ് കാട്ടുതീ. മരണം 10 ആയിട്ടുണ്ട്. വീടും സമ്പാദ്യവും ഉപേക്ഷിച്ച് ജനം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. 10,000-ലേറെ കെട്ടിടങ്ങൾ ഇതുവരെ നശിച്ചു. 5 പള്ളികളും 1 സിനഗോഗും 7 സ്കൂളുകളും 2 ലൈബ്രറികളും ഇതിൽ പെടുന്നുണ്ട്. ചൊവ്വാഴ്ച മുതൽ പടരുന്ന കാട്ടുതീ ഏകദേശം 36,000 ഏക്കറിലേറെ പ്രദേശം ചുട്ടെരിച്ചു കഴിഞ്ഞു. പസഫിക് പാലിസേഡ്സ്, ഓൾട്ടഡീന, പാസാഡീന, സിൽമർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നിലവിൽ കാട്ടുതീ സജീവമാവുന്നത്. ഹോളിവുഡ് ഹിൽസിൽ പടർന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വരണ്ട കാറ്റ് ശക്തി പ്രാപിക്കുമെന്നതിനാൽ തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചേക്കാമെന്ന് മുന്നറിയിപ്പുമുണ്ട്. അതേസമയം ഇന്നലെ ലോസ് ഏഞ്ചൽസ്, വെഞ്ചുറ പ്രവിശ്യകളിലുണ്ടായ കാട്ടുതീക്ക് കാരണം മനുഷ്യ ഇടപെടലാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്നാൽ മനഃപൂർവ്വമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ വ്യാപക മോഷണവും ദുരന്തബാധിത മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 20ഓളം പേർ അറസ്റ്റിലായി കഴിഞ്ഞു. പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദുരന്തത്തിന്റെ നാശം കാണുമ്പോൾ ഒരു അനുഭവം ഇട്ടതുപോലെ തോന്നുന്നെന്നാണ് ലോസ് ഏഞ്ചൽസ് നിയമനിർവഹണ ഏജൻസി മേധാവി അറിയിച്ചത്. ആധുനിക US ചരിത്രത്തിലെ ഏറ്റവും നാശനഷ്ടം വരുത്തിയ ദുരന്തമാണ് ലോസ് ഏഞ്ചൽസിൽ ഉണ്ടായിരിക്കുന്നത്. $150 ബില്യൺ നാശനഷ്ടം ഇതുവരെ കണക്കാക്കിയിട്ടുണ്ട്. 7,500-ലേറെ അഗ്നിരക്ഷാ പ്രവർത്തകർ തീ കെടുത്താനുള്ള കഠിന ശ്രമത്തിലാണ്. 6 സംസ്ഥാനങ്ങളിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള മുഴുവൻ തീയണപ്പ് സംവിധാനവും എത്തിച്ച് തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം നടക്കുന്നുണ്ട്. കാറ്റിന്റെ വേഗത അല്പം കുറഞ്ഞത് രക്ഷാപ്രവർത്തകർക്ക് സഹായമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. വരണ്ട കാറ്റാണ് തീ കെടുത്താൻ പ്രയാസമാക്കുന്നത്. കാട്ടുതീ ഹോളിവുഡ് സിനിമാ ലോകത്തെ സ്തംഭിപ്പിച്ചു കഴിഞ്ഞു. ഹോളിവുഡ് സിനിമാ വ്യവസായത്തിന്റെ ആസ്ഥാനമായ ഹോളിവുഡ് ഹിൽസിലുണ്ടായ കാട്ടുതീ ഇന്നലെ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ഹോളിവുഡ് ഹിൽസിൽ ഏർപ്പെടുത്തിയ ഒഴിപ്പിക്കൽ നിർദ്ദേശം പിൻവലിച്ചിട്ടുണ്ട്. ഇവിടെ 50 ഏക്കറോളം നശിച്ചു കഴിഞ്ഞു. ഹോളിവുഡിലെ സൺസെറ്റ് ബുലവാർഡിലെ ഒട്ടുമിക്ക കെട്ടിടങ്ങളും നശിച്ചു കഴിഞ്ഞു. കാട്ടുതീ അമേരിക്കയെ കൂടുതൽ ആശങ്കയിലാക്കുകയാണ്. സിനിമാ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയാണ് നിർത്തിവെച്ചത്. 32ാമത് സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അവാർഡ് നോമിനേഷൻ ചടങ്ങ് റദ്ദാക്കി. പകരം നോമിനേഷനുകൾ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിച്ചു. ഹാക്സ്, ഗ്രേസ് അനാട്ടമി തുടങ്ങിയ ടെലിവിഷൻ സീരിയലുകളുടെയും ഷോകളുടെയും ചിത്രീകരണം എല്ലാം നിർത്തിവെക്കേണ്ടി വന്നു. മൗണ്ട് ലിമിയയിലെ പ്രശസ്തമായ ഹോളിവുഡ് ചിഹ്നം കത്തി എന്ന പേരിൽ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതിനെതിരെ അധികൃതർ രംഗത്തെത്തി കഴിഞ്ഞു. മാലിബു, പസഫിക് പാലിഡേഴ്സ് മേഖലകളിലുള്ള കോടികൾ വിലമതിക്കുന്ന ആഡംബര വീടുകളെല്ലാം കത്തി അമർന്നു കഴിഞ്ഞു. മെൽ ഗിബ്സൺ, ജെഫ് ബ്രിഡ്ജ്, ആന്റണി ഹോപ്പിംഗ്സ്, പാരീസ് ഹിൽട്ടൺ തുടങ്ങിയ സെലിബ്രിറ്റികളുടെ എല്ലാം വീടുകൾ കത്തി അമർന്നു കഴിഞ്ഞു. US നീന്തൽ താരം ഗാരി ഹാൾ ജൂനിയറിന്റെ വീടും 5 സ്വർണ്ണ മെഡലുകളും അടക്കം 10 ഒളിമ്പിക് മെഡലുകൾ നശിച്ചു. ഒരു കായിക താരത്തിന് സ്വന്തമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണിത്. എന്നാൽ ആ 10 മെഡലുകളും ഇപ്പോൾ ചാരമായിരിക്കുന്നു. ലോസ് ഏഞ്ചൽസിനെ വിഴുങ്ങിയ കാട്ടുതീ ഗാരിയുടെ ഒളിമ്പിക് നേട്ടവും കവർന്ന് കത്തിപ്പടരുകയാണ്. അമേരിക്ക ഒരു തീഗോളമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.